ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അങ്ങോട്ട് പോകുന്ന ചിന്ന ചിന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾ നേരെ കാരിയിൽ നിന്ന് ബസ് കയറി, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കൂടെ. നമ്മൾ നേരെ മണ്ണാർക്കാട് കരിമ്പുഴയാണ് അവളെ വീട് വരുന്നത്. സോ നമ്മൾ നേരെ മണ്ണാർക്കാട്ടേക്ക് ബസ് കയറി. നമ്മൾ ബസ്സൊക്കെ കയറി ചുങ്കത്തെത്തി ഗൈസ്. ഇപ്പോൾ സമയം 5:38. അതാണ് ആ പൊട്ടത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വാച്ചിലെ സമയം കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയാണ് ഗൈസ്. ഞങ്ങളിവിടെ കുറേ നേരമായി നിൽക്കല്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും അവൾ അവിടേക്ക് ബസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഒരു ബസ്സും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമാണ്, നമ്മൾ ഒരിക്കലും പോകാൻ വേണ്ടി കാത്തുക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ. പിന്നെ ബസ്സൊക്കെ കിട്ടി എല്ലാം ചടപടയായിരുന്നു. ഞങ്ങൾ വേഗം ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലൊക്കെ പോയി. ഓഡിറ്റോറിയത്തിൽ കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്തു. നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ രണ്ടാളും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആളവിടെ ഫോട്ടോഷൂട്ടിലാണ്. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചേക്ക് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നു. നല്ല അടിപൊളി നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയായിരുന്നു ഗൈസ്. അങ്ങനെ അതിന് കഴിച്ച് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനിരുന്നു. അപ്പോഴാണ് അവളെ കസിൻസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നത്. സോ നമുക്ക് അതൊന്ന് കണ്ടോക്കാം. ഓക്കെ, ഇന്നലെ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ലേറ്റായി വന്നപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഗെറ്റ് റെഡി ചെയ്തു. ആദ്യം ഞാനൊരു ഫേസ് മാസ്ക്കാണ് ഫേസിലിട്ടത്. മുഖത്ത് എന്തെങ്കിലും പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ കാണാം. സോ അത് റിമൂവ് ചെയ്തിട്ട് എൻ്റെ ഒരു ഫേസ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളൊന്ന് റെഡി ആയിട്ട് വരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ലുക്ക്. സോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. മേക്കപ്പ് എങ്ങനെയുണ്ട് പറയാം. സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് യുനോ. സോ നമുക്ക് പോവാം. ഓക്കെ, എൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും കല്യാണം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും വാപ്പി മാത്രമേ പോയിട്ടുള്ളൂ. സോ വാപ്പ എന്നെ കോട്ടപ്പാടത്തേക്ക് ആക്കി തരാമെന്ന്. കോട്ടപ്പാടത്ത് നിന്ന് എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. സോ ഞങ്ങൾ കോട്ടപ്പാടത്തെത്തി. ബ്രൈഡ് വിളിച്ചിട്ട് അവൾക്കൊരു ഫാന് കൊണ്ടുവരുമോ ചോദിച്ചിരുന്നു. സോ നമ്മളൊരു ഹാൻഡ് ഫാൻ വാങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ഫ്രണ്ട് വന്ന് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര്യമ്പാവായിട്ട് നമ്മുടെ നാഫില വരാമെന്ന് പറഞ്ഞിട്ട് ഓളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. കരിമ്പൊളിച്ചി എത്ര നേരം എല്ലായിടത്തും നിർത്താണ്. അല്ല ഇജ്ജ് പോരുന്ന ലേറ്റ് ആയിട്ടല്ല പരത്തിട്ടുള്ള നാഫിൽ അതാ ബാക്കിലിരുന്നിട്ട് ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ പോകുന്നതുകൊണ്ട് കാറ്റായതുകൊണ്ട് ഹെയറും ഷോളൊക്കെ കേടുന്നു എന്നൊക്കെ പറഞ്ഞ് ഓള് ഭയങ്കര സെറ്റപ്പ്. നമ്മൾ രാവിലെ നേരത്തേക്ക് റെഡി ആയിട്ട് ഇറങ്ങി. പക്ഷേ എന്താ സംഭവിച്ചാൽ നാഫിലെത്താൻ 1 മണിക്കൂർ ലേറ്റായി. സോ ഞങ്ങൾ ഓളെ വെയിറ്റ് ചെയ്ത് ആര്യമ്പാവ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കല്യാണത്തിന് ഞങ്ങൾ 10 മണിക്ക് മാറ്റി ഇറങ്ങിയിരിക്കണു. ഞാൻ 10 മണിക്ക് എണീറ്റിക്കണു. ഇന്നലെ മെസ്സേജ് അയച്ചപ്പോ ഞങ്ങൾ 8 മണിയാകുമ്പോ 9 ആക്കാൻ പറ്റുമോ? 9 ആക്കി ഉറപ്പാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് 10 മണിക്കേക്കാരം വരിക എന്നുള്ളത്. പിന്നെ 2:45 മെസ്സേജ് അയച്ചോളൂ ഞാൻ ഇവിടുന്ന് വരാന്നുള്ളത്. എന്ത് ചെയ്യുന്നത്? ഈ കാഴ്ച എനിക്ക് ആകെ എത്ര ദൂരമുള്ളൂ. എത്ര ദൂരമുള്ള ഞങ്ങൾ 1 മണിക്കൂർ ആര്യമ്പാവ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എത്തി. ഇതിപ്പോ കാര്യം മണ്ണാർക്കാട് പോണ ദൂരം ഉണ്ടെങ്കിൽ ഞാൻ നിർത്തുമോ? ഞങ്ങൾ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞാലേ അപ്പത്തിന് ഞങ്ങൾ സുൽഫിനാൻ്റെ വീട്ടിലെത്തി. പക്ഷേ എത്തിയപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊരു കോലം ഉണ്ടായിരുന്നില്ല. കാരണം നല്ല മഴയായിരുന്നു. അതുവരെ പെയ്യാത്ത മഴ. ഞങ്ങൾ അവിടെ വന്ന് ലാൻഡ് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങാൻ നിന്നപ്പോൾ ഭയങ്കര മഴ. സോ നമ്മൾ അവിടെ കുറച്ച് നേരം സ്റ്റക്കായി. അങ്ങനെ വന്ന് നമ്മൾ സുൽഫിനാനെ മീറ്റ് ചെയ്തു, ബ്രൈഡിനെ. കൈസ് ഇതാണ് നമ്മുടെ ബ്രൈഡ്. സോ എങ്ങനെയുണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യണം. സ്വന്തമായിട്ടാണ് ആൾ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ആൾ ചെറിയ രീതിയിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു ബ്രൈഡിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ചെക്കൻ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെക്കനെ കാണാൻ വേണ്ടി ഓടി. ഇതാ ചെക്കൻ ഇവിടെ സ്റ്റാച്യു പോലെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ബ്രൈഡിൻ്റെ എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ആളങ്ങനെ നിൽക്കുന്നത്. സോ ബ്രൈഡിൻ്റെ കസിൻസും ഫാമിലിയൊക്കെ ആയിട്ട് അവളെ എൻട്രി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവളെ എൻട്രി ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ,
നിക്കാവും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നിക്കാവ് പള്ളിയിൽ വെച്ചിട്ടായിരുന്നു. സോ നമ്മളെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ടൈമിൽ ഫുഡ് കഴിക്കാൻ പോയി ഗൈസ്. അങ്ങനെ അടുത്ത പരിപാടിയായിട്ടുള്ള ഫുഡ് അടിക്കൽ പരിപാടിക്ക് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാഫിൽ എന്തൊക്കെ തിന്നണ്ടേന്ന് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓളെ തൊള്ളായിട്ട് നമുക്ക് മനസ്സിലാവില്ലേ. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മളെ വെയിറ്റിങ്ങിനൊരു വിരാമം കുറിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചു ഗൈസ്. അത് കഴിഞ്ഞ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫോട്ടോ സെക്ഷനാണ്. സോ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെക്കൻ്റെ ഫാമിലിയാണ്. സോ എല്ലാവരും ഇങ്ങനെ സ്റ്റേജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ക്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ വന്ന പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു ഷൂട്ടിംഗ് പരിപാടി ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് എസ്കേപ്പ് ആവാം, ഒപ്പം നമുക്ക് ഷൂട്ടിങ്ങും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് എസ്കേപ്പായി. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഹഗ്ഗി മഗ്ഗിലേക്കാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ ഇടയിൽ നമ്മളെ കസിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റിയില്ല. സോ അതിൻ്റെ എന്താണ് അവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആൾ വീഡിയോ കോൾ ചെയ്തേക്കായിരുന്നു. ഓളോട് സംസാരിക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗൈസ്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, 1-2 ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അമൃതനെ അവിടെ തട്ടി. ബാക്കി ഞങ്ങളിതാ 4 ആൾക്കാരും അഗ്യമക്കിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടേക്ക് പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാം. കാരണം ഭയങ്കര ഇൻറ്റീരിയറും അതേപോലെ ഭയങ്കര ആംബിയൻസ് ഉള്ള ഒരു കഫേയാണ്. നമ്മളെ കോളേജിൻ്റെ അടുത്ത് ഇപ്പോൾ പുതിയൊരു കഫേ വന്നതാണ്, ഹൈലൈറ്റിൻ്റെ അവിടെ. ഐ തിങ്ക് ഇങ്ങനെ ഒരു ആംബിയൻസ് ഉള്ള ഒരു കഫേ ആദ്യമായിട്ടാണ് കോളേജിൻ്റെ അവിടെ. എന്തിന്റെ വഴിയെ പറയുന്നത്, നമുക്ക് എന്തായാലും വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം. ഓക്കെ, നമ്മളൊരു ഷൂട്ടിന് വേണ്ടി വന്നതാണ്. നാഫിലയുണ്ട്, ഞാനുണ്ട്, പിന്നെ ഷൂട്ടിന്റെ മുതലാളിയുണ്ട്, പിന്നെ ഇവിടെ വെറുതെ കൊടുത്തിട്ട്. സോ നമുക്ക് ഇനി ഷൂട്ട് വിശേഷങ്ങളിലാണ്. ഓക്കെ, ഫ്രണ്ടില് കാറ് കാണാൻ മനസ്സിലാവും. ഉള്ള സമയം കൊണ്ട് നമ്മൾ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് വാരി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ എത്തനിക് വെയേഴ്സിൻ്റെ അങ്ങോട്ടുള്ള ഒന്നുകൂടി കാഷ്വൽ വെയർ ആണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. സോ നമ്മൾ ക്യാമറക്കാരെയൊക്കെ വെയിറ്റ് ചെയ്ത് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ബിഹൈൻഡ് ദ സീൻ ഒന്ന് കുറച്ച് കാണാം. ഓക്കെ, നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നാഫിലാൻ്റെ ചെരുപ്പൊന്ന് പൊട്ടി. സോ നമ്മളതൊന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിൽ കയറിയിരിക്കായിരുന്നു. സോ നാഫിലാക്കൊന്നും പറ്റണുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഏതൊക്കെയോ ഒരു ചെരുപ്പ് ഫിക്സ് ചെയ്ത് കണ്ട് വേഗം ബസ് സീറ്റ് വിട്ടു ഗൈസ്. കുറേ നേരം നിർത്തിയാൽ ഭയങ്കര ചിലവാണ്, എന്താ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ വേഗം പറഞ്ഞയച്ചു ഗൈസ്. ആ നിഷ്കളങ്കമായ മുഖം നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇനി വീട്ടിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഒരു വെഡിങ് ഡേ, അതേപോലെ ഒരു ഷൂട്ട് ഡേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.